നമസ്തേ. നമ്മളിന്ന് വ്യാസൻ്റെ ചിരി എന്ന് പറയുന്ന ലേഖനമാണ് നോക്കുന്നത് കേട്ടോ. വ്യാസൻ്റെ ചിരിയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത്, വ്യാസൻ്റെ ചിരിയിലൂടെ കുട്ടികൃഷ്ണന്മാരാർ വെളിപ്പെടുത്തുന്ന ഹാസ്യസങ്കല്പം എന്ത് 2 തവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മാനുഷിക ദർശനങ്ങൾ എങ്ങനെയാണ് വ്യാസൻ്റെ ചിരിയിലൂടെ വെളിപ്പെടുത്തുന്നത് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. 2015, 12 ഒക്കെ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഹാസ്യസങ്കല്പവും മാനുഷിക ദർശനങ്ങളും അതാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. പാണ്ഡവരുടെ വനവാസകാലത്തെ തീർത്ഥയാത്രയിൽ കൗശികി തീരത്തുള്ള പുണ്യം എന്ന ആശ്രമത്തിൽ ചെന്നപ്പോൾ അവരുടെ നേതാവായ ലോമശ മഹർഷി യുധിഷ്ഠിരനോട് പറഞ്ഞ കഥയാണിത്. അംഗരാജ്യത്തെ രാജാവായ ലോമപാതൻ ബ്രാഹ്മണരുടെ കാമത്തെ പാഴാക്കി കളഞ്ഞതുകൊണ്ടാണത്രേ ആ രാജ്യത്ത് മഴ പെയ്യാതെ ആയി. അതിന് പരിഹാരമായി ഒരു തപസ്യ ഉദ്ദേശിച്ചത് ഋഷ്യശൃംഗൻ എന്ന ഋഷികുമാരനെ നാട്ടിലേക്ക് വരുത്തുവാൻ സാധിച്ചാൽ ഉടനെ മഴ പെയ്തുകൊള്ളുമെന്നാണ്. ഋഷ്യശൃംഗൻ കശ്യപ ഗോത്രക്കാരനായ വിഭാണ്ഡകൻ എന്ന കൊടും തപസ്സിക്ക് ഒരിക്കൽ ഉർവശി കുളിക്കുന്നത് കണ്ടപ്പോഴുള്ള ബ്രഹ്മചര്യ ഭ്രംശം വഴി ഒരു മാൻപേടയിൽ ജനിച്ച പുത്രനാണ്. തൻ്റെ പുത്രനെങ്കിലും ഇത്തരം ഒരു അപകടം പറ്റിപ്പോകരുതെന്ന് കരുതിയാകാം വിഭാണ്ഡകൻ അവനെ മറ്റ് മനുഷ്യന്മാരിൽ നിന്നൊക്കെ അകറ്റി താമസിപ്പിച്ചു. അവന് സ്ത്രീ എന്നൊരു വർഗമുണ്ടെന്ന് പോലും അറിയിച്ചില്ല. തപസ്സിലും അധ്യയനത്തിലും മാത്രം നിരതനായി അവനെ പഠിപ്പിക്കലും തപസ്സിലും മാത്രം നിരതനായി അവനെ ജീവിപ്പിച്ചു. ആവിധം ലോകം കാണാതെ ആശ്രമത്തിൽ അടങ്ങിയിരിക്കുന്ന ഋഷ്യശൃംഗനെ അച്ഛനറിയാതെ നാട്ടിലേക്ക് ഇറക്കുന്നത് എങ്ങനെ എന്ന് ലോമപാത രാജാവ് മന്ത്രിമാരുമായി ആലോചിച്ചു. നാട്ടിലെ വേശ്യാസ്ത്രീകളെ വിളിച്ചു വല്ലപാടും അദ്ദേഹത്തെ കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും പേടിച്ചു നിൽക്കെ ഒരു വൃദ്ധവേശ്യ ആ ചുമതലയേറ്റു. അവൾ തോണികളിൽ കൃത്രിമമായ ഒരാശ്രമം ചമച്ചു. വയോരൂപസമ്പന്നകളായ ഏതാനും വേശ്യകളെയും കൂട്ടി നദീമാർഗേണ ചെന്ന് ചാരന്മാർ മുഖേന വിഭാണ്ഡകൻ ആശ്രമത്തിലില്ലാത്ത തക്കമറിഞ്ഞ് തൻ്റെ ബുദ്ധിമതിയായ മകളെ പ്രയോഗിക്കേണ്ട വിദ്യയെല്ലാം ഉപദേശിച്ചയച്ചു. അവൾ ആശ്രമത്തിൽ ചെന്ന് കയറി. താനും ഒരു തപസ്സിയാണെന്ന ഭാവത്തിൽ ഋഷ്യശൃംഗനോട് മുറപ്രകാരം കുശലങ്ങൾ ആ യുവ തപസ്സി സംഭ്രമാനന്ദങ്ങളോടെ പാദ്യാസനങ്ങൾ നൽകി അഭിവാദ്യം ചെയ്യുവാൻ ഭാവിച്ചു. പക്ഷേ ഒരു വേശ്യ ആർഷാഭിവാദ്യം സ്വീകരിച്ചാൽ പാപമാകുമെന്ന് വെച്ചാകാം അവൾ ഞങ്ങളുടെ ധർമ്മത്തിൽ അഭിവാദ്യം പതിവില്ല, പാദ്യം സ്വീകരിക്കാറുമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു. അപ്പോൾ അവനത് സ്ത്രീയാണെന്ന് പോലും അറിയില്ല കേട്ടോ, വിഭാണ്ഡകപുത്രനായ ഋഷ്യശൃംഗന്. തുടർന്ന് അവൾ അദ്ദേഹത്തിന് മുന്തിയ ചില പലഹാരങ്ങളും മാദകപാനീയങ്ങളും സുഗന്ധമാല്യങ്ങളും കൊടുത്തു. അദ്ദേഹം അവ ഉപയോഗിച്ച് ആ പുതു തപസ്സിയോടൊപ്പം കളിച്ച് ചിരിച്ച് കഴിച്ചുകൂട്ടി. അവൾ ഒരു തപസ്സിദ്ധിയെപ്പോലെ ബിരുദോടെ പന്താട്ടം നടത്തി. അതിനിടയിൽ പലവട്ടം അദ്ദേഹത്തിൻ്റെ മേൽ മുട്ടിയുരുമി. അങ്ങനെ അദ്ദേഹം വികാരാവിഷ്ടനായി എന്ന് കണ്ടപ്പോൾ അഗ്നിഹോത്രത്തിന് കാലമായെന്നും പറഞ്ഞ് തൻ്റെ ആശ്രമത്തിലേക്ക് തന്നെ തിരിച്ചു പോന്നു. പതുക്കെയും കൂടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടും ഋഷ്യശൃംഗൻ മനസ്സ് അവളോടൊപ്പം പോയി ശൂന്യനായി രോഗിയെപ്പോലെ ചൈതന്യമറ്റു നെടുവീർപ്പിട്ടുകൊണ്ടിരിപ്പായി. വഴിയെ തപോനിഷ്ഠകൾ കൊണ്ട് കണ്ണുകൾ പച്ചച്ചു ചെങ്ങി നഖാഗ്രത്തോളം രോമം മൂടിയ വിഭാണ്ഡകൻ സ്വാധ്യായം ഉരുവിട്ടുകൊണ്ട് വന്നെത്തി. അദ്ദേഹം മനോരാജ്യത്തിലാണ്ടിരിക്കുന്ന പുത്രൻ്റെ നില കണ്ട് ചോദിച്ചു, ഉണ്ണി, ചമതയൊരുക്കാത്തത് എന്താണ്? നീ ഇന്ന് അഗ്നിഹോത്രം കഴിച്ചുവോ? ശ്രുക്കും ശ്രുവും മോറിയോ? ഹോമധേനുവിനെ കുട്ടിയോടൊപ്പമാക്കിയോ? നിനക്കെന്താണൊരു പന്തികേട്? ഞാൻ ചോദിക്കുന്നു, ആരേ ഇന്നിവിടെ വന്നിരുന്നത്? ഋഷ്യശൃംഗൻ പറഞ്ഞു, ഇന്നിവിടെ ജഡമുറ്റി ഒരു ബ്രഹ്മചാരി വന്നിരുന്നു. ഏറെ കുള്ളനല്ലാതെ ഏറെ നെട്ടനല്ലാതെ നല്ല അന്തസ്സുള്ള ഒരാൾ. സ്വർണ്ണ നിറം, താമരയിതൾ പോലെ കണ്ണ്, കറുകറുത്ത മിഴി, ഒരു ദേവകുമാരനെ പോലെ തന്നെ. കറുത്തു മിന്നുന്ന നീണ്ട പരിമളമുള്ള ജട നെറ്റി തൊട്ട് 2 പകുത്ത് പൊൻചരട് കൊണ്ട് കെട്ടിയിരിക്കുന്നു. കാതിൽ 2 ചന്തമുള്ള വട്ട് കിടന്ന് തിളങ്ങുന്നു. ആകാശത്തിൽ മിന്നൽ എന്ന പോലെ കഴുത്തിലൊരു ചരടും. കഴുത്തിന് താഴെ രോമമില്ലാതെ മനം കവരുന്ന 2 മുഴപ്പുണ്ട്. അര കുടുസാണ്. അരക്കെട്ട് വളരെ വലുതും. മരവിരി ചുറ്റി മറച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പൊന്നരഞ്ഞാണ് ഈ എൻ്റേതുപോലെ മിന്നുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലും കാലിലും രുദ്രാക്ഷമാല പോലെ ചില അത്ഭുത വസ്തുക്കൾ ധരിച്ചിട്ടുണ്ട്. അവ അദ്ദേഹം അനങ്ങുമ്പോഴൊക്കെ പൊയ്കയിൽ തിമിർക്കുന്ന അരയന്നങ്ങളെപ്പോലെ കൂകുന്നു. അദ്ദേഹത്തിൻ്റെ മരവുരി വളരെ കേമം. നമ്മുടേവയ്ക്ക് ആ ഭംഗിയില്ല. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ അത്ഭുതമാകും.
ഉരിയാടൽ കുയിൽ കൂകുന്നത് പോലെ മനം കുളിർപ്പിച്ചു. അത് കേട്ടത് മുതൽ എൻ്റെ അന്തരാത്മാവിന് വല്ലാത്തൊരു വലച്ചിൽ. മാസത്തിൽ കാറ്റിൽ കാറ്റടിച്ചാതെ പോലുള്ള നറുമണം അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. അദ്ദേഹം ചേലുള്ള ഒരു ഉരുണ്ട കായ വലങ്കൈ കൊണ്ട് നിലത്തേക്കടിച്ചു. അത് നിലത്ത് വീഴും തോറും പൊന്തി പൊന്തി വന്നു. അതടിച്ചിട്ട് അദ്ദേഹം ഭംഗിയിൽ വട്ടം തിരിയുകയും ചെയ്തു. അദ്ദേഹത്തെ കണ്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടവും രസവും തോന്നുന്നു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് ജട പിടിച്ച് താഴ്ത്തി തൻ്റെ മുഖത്തെ എൻ്റെ മുഖത്തോട് മുട്ടിച്ച് ഒരൊച്ച പുറപ്പെടുവിച്ചു. അതെന്നെ കോരിത്തെരിപ്പിച്ചു. എനിക്ക് അദ്ദേഹം ചില പുതിയ കായ്കൾ തന്നു. ഇവയൊന്നും രസം കൊണ്ട് അവയോടൊക്കില്ല. അവയ്ക്ക് തോലില്ല, കഴമ്പേ ഉള്ളൂ. നല്ല രസമുള്ള ചില കുടിനീരും ആ ഉദാരരൂപൻ എനിക്ക് തന്നു. അത് കുടിച്ചതോടെ എനിക്ക് വല്ലാത്തൊരു തരിപ്പുണ്ടായി. നിലം തിരിയുന്നത് പോലെ തോന്നി. ഇവ അദ്ദേഹം ധരിച്ചിരുന്ന മണവും നിറപ്പകിട്ടുമുള്ള മാലകളാണ്. തപസ്സുകൊണ്ട് ഉജ്ജ്വലിക്കുന്ന അദ്ദേഹം ഇവ ഇവിടെ ഇട്ടേച്ചും കൊണ്ടാണ് സ്വന്തം ആശ്രമത്തിലേക്ക് പോയത്. അദ്ദേഹം പോയതോടുകൂടി എൻ്റെ മനസ്സ് കെട്ടിരിക്കുന്നു. ശരീരം ചുട്ടുനീറുന്നതുപോലെ തോന്നുന്നു. ഉടനെ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വേണം. ഞാൻ അങ്ങോട്ട് തന്നെ പോകട്ടെ. എന്തൊരു വ്രതചര്യയാണ് അദ്ദേഹത്തിൻ്റേത്. ഞാൻ അദ്ദേഹത്തോടൊപ്പം തപസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഉഗ്രവ്രതനായ അദ്ദേഹം ചെയ്യുന്നത് പോലെ തന്നെ, വിഭാണ്ഡകൻ പറഞ്ഞു. പാവം, ഈ കുട്ടിക്ക് അത് പെണ്ണാണെന്ന് പോലും തിരിച്ചറിയാൻ വയ്യ. ആ പെൺകുട്ടിയെ പോലും തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലാണ് അതിനെ വളർത്തിയിരിക്കുന്നത്. അതാണ് വിഭാണ്ഡകൻ പറഞ്ഞു. ഉണ്ണി, രക്ഷസ്സുകളാണിവറ്റ. ആ അത്ഭുത രൂപം അഴകിയെന്നതെങ്കിലും കൊടും ക്രൂരമാണ്. അവറ്റ എപ്പോഴും കാട്ടിൽ മുനിമാരുടെ തപസ്സിന് മുടക്കം വരുത്തുവാൻ നോക്കി തെണ്ടുകയാണ്. പുണ്യലോകങ്ങളെ പ്രാർത്ഥിക്കുന്ന തപസ്യമാർ ഒരു വിധത്തിലും അവറ്റയോട് ഇടപെടരുത്. ആ തന്ന കുടിനീർ മദ്യമാണ്. അത് കുടിക്കരുത്, പാപമാണ്. പുത്രനെ ഇങ്ങനെ ഇമ്പാച്ചി പേടിപ്പിച്ചതിന് ശേഷം വിഭാണ്ഡകൻ അവളെ തേടിപ്പിടിക്കാൻ നോക്കി. 3 ദിവസം മിനക്കെട്ടിട്ടും കണ്ടുകിട്ടാതെ ഒടുക്കം ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങി. വീണ്ടും അച്ഛൻ കായ്കൾ കൊണ്ടുവരാൻ പോയ തക്കത്തിന് ആ വേശപ്പെൺകുടി രണ്ടാമതും വന്നു. കണ്ട ഉടനെ ഋഷ്യശൃംഗൻ പാഞ്ഞു ചെന്നു. പോവാം, നമുക്ക് അങ്ങയുടെ ആശ്രമത്തിലേക്ക് പോവുക. എൻ്റെ അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ. അദ്ദേഹത്തെ രാജാശ്രമത്തിലേക്ക് കൊണ്ടുചെന്നപ്പോൾ തന്നെ അംഗരാജ്യത്ത് മഴ പെയ്തു. രാജാവ് തൻ്റെ മകൾ ശാന്തയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. വിഭാണ്ഡകൻ കോപമൊഴിപ്പാൻ കുറേ ഗോപന്മാരെ ഏർപ്പെടുത്തി വിട്ടു. അവർ കാശ്യപാശ്രമം വരെ ഉള്ള വഴിനീളെ പൈക്കളം കൃഷിയുമായി കൂടി. അതാ വരുന്നു കോപം കൊണ്ട് പൊട്ടിത്തെറിക്കുമ്പോഴുള്ള വിഭാണ്ഡകൻ. അദ്ദേഹം മകനെ കാണാഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് വിശന്ന് വലഞ്ഞ് രാജാവണം ഈ പടി പറ്റിച്ചത് ഊഹിച്ച് ചമ്പാപുരിയെ ചുട്ടുമുടിപ്പാനുള്ള വരവാണ്. ആ ഗോപന്മാർ കൈവണങ്ങി ചെന്ന് അദ്ദേഹത്തെ എതിരേറ്റ് സൽക്കരിച്ചുണർത്തിച്ചു. ഈ കൃഷിയും പൈക്കളും എല്ലാം അവിടുത്തെ പുത്രൻ്റെ സ്വത്താണ്. അവിടേക്ക് എന്തിഷ്ടമാണ് ചെയ്തു തരേണ്ടത്? അടിയങ്ങൾ അടിയാന്മാരാണ്, അരുളി ചെയ്യുകയേ വേണ്ടു. ഇതിൻമിത്തം തപസി നാടുനീളെ രാജാവിനെ പോലെ പൂജിക്കപ്പെട്ടും മധുരഭാഷണങ്ങൾ കേട്ടും കോപം ഒരുവിധം മാറി അംഗരാജാവിൻ്റെ അടുക്കലെത്തി. വിഭാണ്ഡൻ അത്യധികം കോപിഷ്ഠനായിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ ബുദ്ധിമാനായ ലോമപാതൻ ഒരാളിൻ്റെ കാമക്രോധ ലോഭമോഹങ്ങളെക്കുറിച്ചൊക്കെ അറിവുള്ള അദ്ദേഹം വഴിനീളെ ഗോക്കളും ധനവും ഒക്കെ കൊണ്ടാണ് വിഭാണ്ഡകനെ എതിരേറ്റത്. അതോടെ പതുക്കെ വിഭാണ്ഡകൻ്റെ ചൂട് തണുത്തു വന്നു. ദേഷ്യം കുറച്ച് കുറഞ്ഞു. എന്നിട്ട് ദേവേന്ദ്രനെ പോലെ കൊട്ടാരത്തിൽ വാണരുളുന്ന പുത്രനെയും മിന്നൽക്കൊടി പോലുള്ള പുത്രഭാര്യയെയും കണ്ട് തുലവും തെളിഞ്ഞു. ആവട്ടെ, പുത്രനുണ്ടായാൽ വീണ്ടും നീ ആശ്രമത്തിലേക്ക് വരണം എന്ന് ഏൽപ്പിച്ച് തിരിച്ചു പോന്നു. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് കൗണ്ടലും യോഗദണ്ഡും ഒക്കെ ആയിട്ട് ശപിച്ച് ഭസ്മമാക്കുമെന്ന് പറഞ്ഞ് പോയ വിഭാണ്ഡകൻ അവിടെ ചെന്ന് ഈ ധനവും സമൃദ്ധിയും സമ്പത്തും മോൻ്റെ സുഖഭോഗങ്ങളും ഒക്കെ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിനെ ആശംസിച്ച് തിരിച്ചുപോയി. ഋഷ്യശൃംഗൻ അങ്ങനെ തന്നെ ചെയ്തു. ശാന്തമറ്റ അനേകം ഋഷിപത്നിമാരെ പോലെ അദ്ദേഹത്തിൻ്റെ പരിചാരികയായി കൂടെ പോയി. ഇനിയാണ് കുട്ടിക്കൃഷ്ണമാരാർക്ക് പറയാനുള്ളത്. ഭഗവാൻ വേദവ്യാസൻ ഈ ചെറുകഥയിൽ ഒന്ന് പൊട്ടിച്ചിരിച്ചിട്ടുള്ളത് ആർക്കും കാണാം. അതെവിടെ ചെന്ന് കൊള്ളുന്നു? ഋഷ്യശൃംഗൻ അച്ഛനെ പറഞ്ഞു കേൾപ്പിച്ച വികൃതമായ ബ്രഹ്മചാരി വിവരണത്തിലൂടെയാണല്ലോ ആ ചിരി പൊട്ടിപ്പുറപ്പെടുന്നത്. ആ നിലയ്ക്ക് ഋഷ്യശൃംഗനാണ് ഇവിടുത്തെ പരിഹാസപാത്രമെന്ന് പലർക്കും തോന്നാം. പക്ഷെ അതല്ല. ആ പാവത്താനെ നാഗരിക വ്യവഹാരങ്ങളിലും കാമവിഷയങ്ങളിലും ഇത്രമാത്രം മൂഢനാക്കി നിർത്തിയ വിഭാണ്ഡകൻ്റെ നേർക്ക് ആ പരിഹാസം പെട്ടെന്ന് തിരിഞ്ഞൊഴുകുന്നു.
അതായത് ഈ ലോകത്തെക്കുറിച്ച് ഒരു ബോധ്യവുമില്ലാതെ ഈ കുട്ടിയെ വളർത്തിയെടുത്ത വിഭാണ്ഡകൻ്റെ നേർക്കാണ് വ്യാസൻ്റെ പരിഹാസം നിറഞ്ഞൊഴുകുന്നത്. എന്തുകൊണ്ടെന്നാൽ ഋഷ്യശൃംഖനെ ആ വിധം കെട്ടി നിർത്തിയിട്ടും ഇമ്പാച്ചിപ്പേടി പേടിപ്പിച്ചിട്ടും ഒരു ചെറിയ പഴുത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിലുള്ള പ്രകൃതി പ്രേരണ സർവശക്തികളോടും കൂടി തള്ളിപ്പുറപ്പെട്ട് അദ്ദേഹത്തെയും കൊണ്ട് ഒറ്റപ്പാച്ചിൽ പാഞ്ഞു എന്ന് കാണിച്ചിട്ട് ആ നിഷ്കൃഷ്ട നിരോധങ്ങളുടെ നിസാരതയെ ഉദാഹരിക്കുകയാണല്ലോ കവി ചെയ്തത്. എന്നല്ല, വിഭാണ്ഡകൻ സ്വപുത്രന് ലഭിച്ച അളവറ്റ ഗോധനവും ദേവോചിതവുമായ ഐശ്വര്യവും കാണുകെ കോപം ചുരുങ്ങി ഒടുങ്ങി പ്രസന്നനായി എന്ന് വർണ്ണിച്ചപ്പോൾ വികാര നിരോധകരായ കൊടും തപസ്സിക്ക് സ്വന്തം കാമനകളെപ്പോലും വേണ്ടത്ര അടക്കുവാൻ സാധിച്ചില്ലെന്നു കൂടി കവി ഗൂഢമായി പരിഹസിച്ചിരിക്കുന്നു. അതായത് വിഭാണ്ഡകൻ ഋഷ്യശൃംഖനെ തന്നെ ഈ ലോകത്തിലെ പ്രകൃതി പ്രേരണകളെ സ്വയം അവനടക്കും എന്ന് വിചാരിച്ചു. പ്രകൃതി പ്രേരണകളെ അടക്കാൻ മനുഷ്യർക്ക് സർവ്വശക്തിയോടും കൂടി അത് തള്ളിക്കയറി വരുമെന്നുള്ള ബോധം ഇത്രയും കൊടും തപസ്യായ അദ്ദേഹത്തിനുണ്ടായില്ല. അതുപോലെ തന്നെ വിഭാണ്ഡകൻ്റെ എല്ലാ ദൗർബല്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് ലോമപാത രാജാവ് വഴിനീളെ ഗോധനങ്ങളും ബാക്കി ധനങ്ങളും ഒരുക്കി വെച്ചിരുന്നത്. അത് കണ്ട് വിഭാണ്ഡകൻ കുറച്ച് പ്രലോഭിതനായി എന്ന് പറയുമ്പോൾ വീണ്ടും വ്യാസൻ ചിരിക്കുകയാണ്. ഇത്രയും കൊടും തപസ്സി പോലും ഈ കാമങ്ങളിൽ നിന്ന് ഒട്ടും മുക്തനല്ലോ എന്നൊരു ചിരിയാണ്. ഓർക്കാതെ പറ്റിപ്പോയ അബദ്ധം തക്ക സമയത്ത് തക്കവിധം തിരുത്തുന്ന ആൾ പരിഹാസ്യനല്ലല്ലോ. അങ്ങനെ വിഭാണ്ഡകനിലും വിശ്രമിക്കാതെ വീണ്ടും അവിടെ താമസിക്കാതെ വിഭാണ്ഡകൻ തിരിച്ചു പോയല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഒരു കാമമോഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ളൊരു ലോഭത്തെക്കുറിച്ചുള്ളൊരു സന്തോഷം, അത് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞ് തിരിച്ചു പോയല്ലോ. അപ്പോൾ അദ്ദേഹത്തെ അധികം കുറ്റപ്പെടുത്തണ്ട എന്നാണ്. വിഭാണ്ഡകനും വിശ്രമിക്കാതെ വീണ്ടും തിരിഞ്ഞൊഴുകുന്ന ആ പരിഹാസം പിന്നെ മറ്റെങ്ങോട്ടുമല്ല, ശ്രോതാക്കളായ നമ്മളിലേക്കൊക്കെ തന്നെ. മനുഷ്യനുള്ള പ്രകൃതി പ്രേരണകളെ അനങ്ങരുതാത്ത വിധം കെട്ടിയിട്ടാൽ തപസ് സദാചാരം തനിയെ ശരിപ്പെട്ടുകൊള്ളുമെന്ന മിഥ്യാസങ്കല്പത്തിൽ കുട്ടികളെ കണ്ണും ചെവിയും പൊത്തി വളർത്തുകയും ഒടുക്കം ആ പ്രകൃതി പ്രേരണ അരുതാത്ത പഴുതുകളിലൂടെ തലനീട്ടി പലപ്പോഴും അവരെ അപകടത്തിൽപ്പെടുത്തുന്നതായി കണ്ട് പകച്ചു പോവുകയും ചെയ്തു പോരുന്ന നമ്മുടെ സാമുദായിക ജീവിതത്തിലെ തലമുറകളിലേക്കെല്ലാം അത് പരന്നൊഴുകുന്നു. അതായത് കുട്ടികളെ വെറുതെ പേടിപ്പിച്ചിട്ട് ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള കഴിവ് പോലും കൊടുക്കാതെ അവരെ വളർത്തിയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അറിയാതെ അവർ തെറ്റുകൾ ചെയ്തു പോയിട്ട് അത് കണ്ട് പകച്ചു പോകുന്ന മനുഷ്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ വിഭാണ്ഡകൻ്റെ ചിത്രത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടു വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റിനെയാണ് ഇവിടെ പരിഹസിക്കുന്നത്. മനുഷ്യരിലുള്ള പ്രകൃതി പ്രേരണകളെ അനങ്ങരുതാത്ത വിധം കെട്ടിയിട്ടാൽ തപസ് അഥവാ സദാചാരം തനിയെ ശരിപ്പെട്ടുകൊള്ളും എന്ന് വിചാരിക്കുന്ന നമ്മുടെ വിഡ്ഢിത്തത്തെയാണ് ലോകത്തുള്ള സർവമാന മനുഷ്യരെയും ഇങ്ങനെ ചിന്തിക്കുന്ന സർവരെയും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പ്രകൃതി പ്രേരണകളെ അടക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്ന സർവമാന മനുഷ്യരിലേക്കും ഈ പരിഹാസം കവിഞ്ഞൊഴുകുന്നു എന്നാണ് പറയുന്നത്. ആകാവുന്നതിലധികം നിയന്ത്രിക്കപ്പെടുന്ന യുവാക്കൾ പലപ്പോഴും അനുരൂപകളായ കന്യകമാരല്ല, വേശ്യകളാലായേക്കും ആകർഷിക്കപ്പെടുക എന്ന ആപത് സൂചന കൂടി ഈ കഥയിൽ ഉൾച്ചേർന്നിരിക്കുന്നു. ആദ്യമായൊരു വൃദ്ധവേശ്യയുടെ മേൽനോട്ടത്തിൽ ഒരു വേശ്യപ്പെൺകുടിയിലാണല്ലോ ഋഷ്യശൃംഖൻ വശീകരിക്കപ്പെട്ടത്. അദ്ദേഹത്തിനാകട്ടെ അതുവഴി ഒരു സാധ്യയായ രാജകുമാരിയിൽ ചെന്നണയുവാനും ശ്രേയോമാർഗത്തിൽ നിന്ന് അകന്നു പോകാതിരിപ്പാനും സംഗതിയായി. നാം നിയന്ത്രിച്ച് വളർത്തുന്ന കുട്ടികളുടെ വികാരങ്ങളെല്ലാം അതുപോലുള്ള ഭാഗ്യം വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാൻ വകയില്ലല്ലോ. അവ എവിടെ ചെന്ന് എങ്ങനെ കലാശിക്കുമെന്ന് ആർക്കൂഹിക്കാം? ഈ വ്യാസൻ സ്വസഹോദരനായ വിചിത്രവീര്യൻ്റെ വിധവമാരിൽ സന്താനോൽപാദനത്തിന് വേണ്ടി താൻ ധർമാനുസാരേണ അവരോട് സംഗമിക്കണമെന്ന് വന്നപ്പോൾ അത് വികൃത രൂപം കൊണ്ട് നിർവഹിച്ചു കൊടുത്ത ആളാണല്ലോ. അത്രയും വികാരാതീതനായ ഈ കവി കശ്യപഗോത്രക്കാരായ എളിയ തപസ്വിമാരെ ഇങ്ങനെ പരിഹസിക്കുകയും അതോടൊപ്പം അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പിന്നിൽ ഗാഠമായ ഒരു സഹാനുഭൂതിയേ ഉള്ളൂ. ഹാസ്യ സാഹിത്യത്തിൻ്റെ അപരിഹാര്യ അംശമാണെന്ന് നമ്മളിൽ ചിലർ വിചാരിക്കുന്ന തരം ശകാരം തരുമ്പുമില്ലെന്ന് കൂടി നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് വിഭാണ്ഡകനെ നോക്കി ചിരിക്കുമ്പോൾ അത് ഹാസ്യം മാത്രമാണ്, അല്ലാതെ അതിൽ ഒരിക്കലും ശകാരമില്ല. കളിയാക്കൽ വിഭാണ്ഡകന് നോവത്തക്ക വിധത്തിലുള്ള ഒരു കളിയാക്കലും അതിനകത്ത് വ്യാസൻ വെച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
വല്ലവരുടെയും വല്ല വൈകല്യവും. ഇനിയാണ് അദ്ദേഹത്തിൻ്റെ ഹാസ്യസങ്കല്പം വരുന്നത്. ശരീരവൈകല്യം മുതൽക്ക് കയ്യിൽ കിട്ടുന്നത് എന്തും എടുത്തു വെച്ച് ഒന്നും കിട്ടിയില്ലെങ്കിൽ തങ്ങൾക്കിഷ്ടമുള്ളത് വല്ലതും ആരോപിച്ചു വെച്ചിട്ടെങ്കിലും അയാളെ ലക്ഷ്യമാക്കി അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന മട്ടിലുള്ള പരിഹാസം മാത്രമാണ്. ഹാസ്യ സാഹിത്യമല്ല. സാഹിത്യത്തിൽ അതിന് വേണമെങ്കിൽ ഹാസ്യാഭാസമെന്നോ പച്ചപ്പരിഹാസമെന്നോ അങ്ങാടിപ്പരിഹാസമെന്നോ പേർ മാറ്റി പറയണം. ശൃംഗാരാഭാസമെന്നും പച്ച ശൃംഗാരമെന്നും മൂരി ശൃംഗാരമെന്നും പറയുന്നത് പോലെ ഹാസ്യത്തെ നമുക്ക് പറയാം എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെ എന്താണ്, ആരുടെയെങ്കിലും നേർക്ക് ശകാരമായി ചെല്ലുന്ന പരിഹാസം, അവരെ വേദനിപ്പിക്കുന്ന പരിഹാസം എന്ന് പറയുന്നത് അങ്ങാടി പരിഹാസമോ പച്ചപ്പരിഹാസമോ എന്നാണ് വിളിക്കാൻ നല്ലത് എന്നാണ്. വഴി നടന്നു പോകുന്ന ഒരു പെൺകിടാവിന് കാൽ വഴുതി പോയിട്ടോ അരികത്തൂടെ പാഞ്ഞുപോയൊരു കാർ ചെളി തെറിപ്പിച്ചിട്ടോ അവളുടെ അഴകിയ വേഷത്തിന്മേൽ അഴുക്കായത് കണ്ടാൽ അങ്ങാടിത്തെരുവിൽ നിന്ന് പുറപ്പെടുന്ന കൂക്കിവിളികളുടെ വിചിത്രമായ രൂപാന്തരങ്ങൾ മാത്രമാണവ. ഇത്രയും സാമാന്യമായി പറഞ്ഞതിൽ നിന്ന് ഏറെ തെറ്റിദ്ധാരണ പറ്റാതിരിക്കാൻ ഒരു ഉദാഹരണം കൂടി കാണിക്കാം. പാണ്ഡവന്മാരുടെ തീർത്ഥയാത്രയുടെ ഒടുക്കം ഗന്ധമാദനത്തിൽ വെച്ച് പാഞ്ചാലിക്ക് വേണ്ടി സൗഗന്ധിക പൂക്കൾ തേടിപ്പോകുന്ന ഭീമനെ അദ്ദേഹത്തിൻ്റെ യുഗാന്തര ജ്യേഷ്ഠനായ ഹനുമാൻ വഴി തടഞ്ഞ് പരിഹസിച്ച ഒരു സന്ദർഭമുണ്ടല്ലോ. അതിൻ്റെ പിന്നിലുള്ള അഗാധമായ ഭ്രാതൃവാത്സല്യത്തിനെതിരായി മഹാഭാരതത്തിൽ ഒരക്ഷരവുമില്ല. ഈ കഥയെടുത്ത് നമ്മുടെ ഒരു ഹാസ്യ സാമ്രാട്ട് എഴുതിയ തുള്ളലിൽ ആ സഹോദര സമാഗമം എന്തായിരിക്കുന്നു എന്ന് നോക്കുക. അവിടെ ഹനുമാൻ വഴിപോക്കരെ ചെന്ന് തടഞ്ഞ് വഴക്കുണ്ടാക്കിയവരെ പൊതിരെ തെറിപറഞ്ഞു വിടുന്ന അങ്ങാടിക്കൂളനും ഭീമസേനൻ എന്ത് തെറി കേട്ടാലും നാണമില്ലാതെ ഒഴിച്ചു പോകാതെ അതിനൊക്കെ പകരം വീമ്പിളക്കുവാൻ മെനക്കിടന്ന മേനിക്കണ്ടപ്പനുമായി മാറിയിരിക്കുന്നു. ഇത്തരം വാഗ്വ്യഭിചാരങ്ങളെ ഉത്കൃഷ്ട സാഹിത്യത്തിൻ്റെ പന്തിയിലിരുത്തുന്ന നമ്മുടെ വകതിരിവില്ലായ്മയാണ് ഞാനിവിടെ എതിർത്തിരിക്കുന്നത്. അതായത് കുഞ്ചൻ നമ്പ്യാരുടെ ഹാസ്യം എന്ന് പറയുന്നത് വെറും പരിഹാസം മാത്രമാണ് എന്നാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ വ്യാഖ്യാനം. ഇത്തരം വാഗ്വ്യഭിചാരങ്ങളെ, ഇത് വാക്കുകൊണ്ടുള്ള വ്യഭിചാരമാണ് കുഞ്ചൻ നമ്പ്യാർ നടത്തിയിരിക്കുന്നതെന്നും ഉത്കൃഷ്ട സാഹിത്യത്തിൻ്റെ പന്തിയിലെടുത്തുന്ന നമ്മുടെ വകതിരിവില്ലായ്മയാണ് നാം ഇവിടെ എതിർത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുഞ്ചൻ നമ്പ്യാർ വെറും വ്യഭിചാരം മാത്രം നടത്തുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ യുഗാന്തര ജ്യേഷ്ഠനായ ഹനുമാനെ അദ്ദേഹം കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകൾ അങ്ങാടിക്കൂളൻ്റെയും മീനിക്കണ്ടപ്പൻ്റെയുമായി പോയി എന്നാണ് മാരാർ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു കാര്യമില്ലാതെ പിന്നെ അദ്ദേഹം എന്തു ചെയ്യാണ്, പാണ്ഡവന്മാരുടെ തീർത്ഥയാത്രയുടെ ഒടുക്കം ഗന്ധമാനത്തിൽ വെച്ച് പാഞ്ചാലിക്ക് വേണ്ടി സൗഗന്ധിക പൂക്കൾ തേടിപ്പോകുന്ന ഭീമനാണ് യുഗാന്തര ജ്യേഷ്ഠനായ ഹനുമാനെ വഴിയിൽ കണ്ടെത്തുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിഹാസത്തിന് ശൃംഗാരമെന്നും മൂരി ശൃംഗാരമെന്നും പറയുന്നത് പോലെ അങ്ങാടി പരിഹാസമെന്നോ പച്ചപ്പരിഹാസമെന്നോ ഒക്കെ പേർ മാറ്റി പറയണമെന്നാണ് മാരാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാരാരുടെ ഹാസ്യസങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരാൾ ഹസിക്കുമ്പോൾ ഹാസ്യം മാത്രമായിരിക്കണം. മറ്റൊരാളിനെ എന്തെങ്കിലും തരത്തിൽ മുള്ളു വെച്ചിട്ടുള്ള ഹാസ്യം, അല്ലെങ്കിൽ അയാളെ നോവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹാസ്യം, അയാൾക്ക് ഹർട്ടായിട്ടുണ്ടെങ്കിൽ ആ ഹാസ്യമല്ല, അത് പരിഹാസമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ.